ഇന്നലെ ഇട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ എഴുതിയായിരുന്നല്ലോ അല്ലേ? പരീക്ഷ എഴുതിയില്ലായിരുന്നോ? എക്സാം അറ്റൻഡ് ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എംബോസ്ഡ് മാപ്പിൻ്റെ സഹായം പഠനത്തിന് ആവശ്യമായി വരുന്നത് ഏത് വിഭാഗം കുട്ടികൾക്കാണ്? ആ വാക്യത്തിനുണ്ട് എംബോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ മാപ്പ് ആയതുള്ള സാധനം പൊങ്ങിയിരിക്കണം. അതായത് ഒരു ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന നമ്മുടെ നോട്ടിൻ്റെയൊക്കെ മുകളിലുള്ള എംബോസ്ഡ് നോട്ട്സ് എന്ന് പറയുന്നത്, അതായത് പൊങ്ങിയിരിക്കുക കുറച്ചുകൂടി. അത് ആർക്കായിരിക്കും ഉപയോഗപ്പെടുന്നത്? നോക്കി, കാഴ്ച പരിമിതിയുള്ളവർക്കാണോ, സംസാര പരിമിതിയുള്ളവർക്കാണോ, ശ്രദ്ധ പരിമിതിയുള്ളവർക്കാണോ, ഓട്ടിസം ബാധിച്ചവർക്കാണോ? നമുക്കറിയാം ഈ പറഞ്ഞ തൊട്ട് നോക്കേണ്ട ആർക്കായി കൂട്ടത്തിൽ? നമ്മുടെ കാഴ്ച പരിമിതിയുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, എംബോസ്ഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മാപ്പ് കുറച്ചും കൂടി പൊങ്ങിയിരിക്കുക എന്ന അർത്ഥം. അതായത് തൊട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്പർശിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാപ്പിൻ്റെ പേരാണ് എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി കാഴ്ച പരിമിതിയുള്ളവർക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അല്ലാതെ തന്നെ ഈ നോട്ടിൻ്റെയൊക്കെ അല്ലേ, 10ൻ്റെയും 100ൻ്റെയൊക്കെ നോട്ട് അല്ലെങ്കിൽ ചില്ലറ പൈസ ആണെങ്കിലും അവരതിൻ്റെ സൈഡിലുള്ള വരകളിലൂടെയൊക്കെ നമുക്ക് കൈയിട്ട് ചിരണ്ടെന്ന് കാണാൻ പറ്റില്ല, കൈയിട്ട് എന്താ ഈ സ്പർശിച്ച് നോക്കി കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഏത് നോട്ടാണെന്ന്. അവരങ്ങനെയാണത് മനസ്സിലാക്കിയെടുക്കുന്നത്. അടുത്തത്, വിദ്യാലയത്തിൽ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു പ്രവർത്തനം ഏതാണ്? സർഗവേളയിൽ ഉൾപ്പെടുത്താൻ സർഗവേള എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റി പീരീഡ് വരും, അതായത് നമ്മുടെ കുട്ടികളിലുള്ള വാസനകൾ, അതായത് കഥയാകാം, കവിതയാകാം, പാട്ടാകാം, നൃത്തമാകാം, ഡാൻസ് ആകാം, ഒരു ദൃശ്യാവിഷ്കാരമാകാം, അങ്ങനെ എന്ത് വേണേലാകാം. അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം മഴപ്പതിപ്പ് പ്രദർശനമാണോ, കഥ പറച്ചിലാണോ, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണമാണോ, കവിത ആലാപനമാണോ? ഏതാണ്? രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം. ഇതൊരു പെഡഗോഗിക് ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. അതാണ് അവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, കറക്റ്റാണ്. അടുത്തത്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്രീൻ ഒന്ന് സ്റ്റക്കായെന്ന് തോന്നുന്നു. നോക്കും ബ്ലാങ്ക് ആയോ? ഇല്ലല്ലേ? ഓക്കെ, നമുക്കവിടെ ബ്ലാങ്ക് വന്നില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തില്ലേ സന്ധികൾ 4 ലോപസന്ധി, ആദേശസന്ധി, അതുപോലെ തന്നെ ദ്വിത്വസന്ധി, ഇതെല്ലാം നമ്മൾ പഠിച്ചതല്ലേ. ആഗമസന്ധി. അതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൺ പ്ലസ് സ്ഥലം വിണ്ഠലമാണോ, പച്ച പ്ലസ് കല്ല് പച്ചക്കല്ല് എന്നാണോ, പന പ്ലസ് ഓല പനയോല എന്നാണോ, കാറ്റ് പ്ലസ് അടിക്കുന്നു കാറ്റടിക്കുന്നു എന്നതാണോ? ഏതാണ് വരേണ്ടത്? ആദേശസന്ധി. ഏതാണ് ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് വരേണ്ടത്? നമ്മുടെ വിൺ പ്ലസ് സ്ഥലം വിണ്ഠലം അല്ലേ ആദേശസന്ധി അല്ലേ? നമുക്ക് എന്താണ്, ഒരു വർണ്ണം മാറി മറ്റൊരു വർണ്ണം, അതായത് ഇണ്ണും തായങ്കിലും കിട്ടി ഇണ്ടാ വന്നു. അപ്പം എന്താണ്, ഒരു വർണ്ണം മാറി എന്ത് വന്നു? മറ്റൊരു വർണ്ണം വന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പം വിൺ പ്ലസ് സ്ഥലമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി പച്ച പ്ലസ് കല്ല് പച്ചക്കല്ല്, അത് ഏത് സന്ധിയാണ്? പച്ച പ്ലസ് കല്ല് പച്ചക്കല്ല്. കണ്ടോ, ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വർണ്ണം ഇരട്ടിച്ചു. കണ്ടോ, ക എന്നുള്ളത് ഇക്കായി, അപ്പോൾ ഇരട്ടിക്കുവാണെങ്കിൽ ഏതാണ്? ദ്വിത്വം. അപ്പം ദ്വിത്വസന്ധി. ഇനി പന പ്ലസ് ഓല പനയോല. കണ്ടോ, എഴുതി കഴിഞ്ഞിട്ട് യായോ വായോ വന്നാൽ എന്താവും? നമ്മൾ പഠിച്ച യായോ വായോ വന്നാൽ അത് എന്താവും? അത് ആഗമസന്ധിയാകും. അപ്പോൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ സന്ധികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വന്നത് ഏതാണ്? നമ്മുടെ വിൺ പ്ലസ് സ്ഥലം വിണ്ഠലം. എങ്ങനെയാണ്? പുതിയൊരു വർണ്ണം അവിടെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയുമുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന സ്കൂൾ അസംബ്ലിയിൽ അറിയിപ്പുകൾ എങ്ങനെ ആയിരിക്കും? അതായത് നമ്മുടെ കൂട്ടത്തിൽ കാഴ്ച പരിമിതിയുള്ളവരുമുണ്ട്, കണ്ണ് കാണാൻ വയ്യാത്തവരുമുണ്ട്, കേൾവി പരിമിതി, അതായത് ചെവി കേൾക്കാൻ പറ്റാത്തവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്കൂൾ അസംബ്ലി നമ്മൾ നടത്തുവാണെങ്കിൽ അതിലെ അറിയിപ്പുകൾ എങ്ങനെയായിരിക്കും? ശബ്ദരൂപത്തിലായിരിക്കുമോ, ആംഗ്യഭാഷയിലായിരിക്കുമോ, ശബ്ദവും ചിഹ്നവും ഉപയോഗിച്ചാണോ, എഴുതി പ്രദർശിപ്പിക്കുകയും അവ ഉചിതമായ ആംഗ്യവിക്ഷേപണങ്ങളിലൂടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്? ഏതാ നല്ലത്? ഓപ്ഷൻ ഡി അല്ലേ? നമ്മളത് എഴുതി പ്രദർശിപ്പിക്കണം, അതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള
അംഗ വിക്ഷേപണങ്ങളോടെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് ഈ പറഞ്ഞ കാഴ്ച പരിമിതിയുള്ളവർക്കും കേൾവി പരിമിതിയുള്ളവർക്ക് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒബ്വിയസ്ലി ഈ ഒരു പാർട്ടിൽ നിന്നൊരു ചോദ്യം വരും. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു 1-2 ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്തതാണ്, താഴെ പറയുന്നതിൽ വ്യവഹാരവാദി ആര്? പിയാഷെയാണോ, ബ്രൂണറാണോ, സ്കിന്നറാണോ, വിഗോസ്കിയാണോ? വ്യവഹാരവാദി നമ്മൾ പഠിച്ചതല്ലേ. വ്യവഹാരവാദികളായിരിക്കുക പപ്പാവായെ പൂത്ത SRS, അതായത് പാവ്ലോവിൻ്റെ പട്ടി, തോണ്ടയ്ക്ക്, അതുപോലെ സ്കിന്നർ, പിന്നെ ആരാ ഉള്ളത്, നമ്മുടെ വാട്സൺ അല്ലേ. ഓർത്തിരിക്കണം, ഇവിടെയുള്ള ആരാണ്, നമ്മുടെ സ്കിന്നറാണ്. ബാക്കി 3 പേര് ആരാണ്? അപ്പം പിയാഷെയും ബ്രൂണറും വൈഗോസ്കി ആരാണ്? പിയാഷെ നമ്മുടെ എന്താണ്, നമ്മുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിനൊക്കെ കോൺസെപ്റ്റ് വെച്ച ആളാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പഠനം എങ്ങനെയായിരിക്കണം അല്ലേ, സംസ്ഥാപനം, സാംശീകരണം, അസിമിലേഷൻ, അക്കോമഡേഷൻ അല്ലേ, അതുപോലെ തന്നെ സ്കീമ, ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് പിയാഷെ. ബ്രൂണറോ ഇതുകൊണ്ട് നമ്മുടെ ആശയദാന മാതൃക അല്ലേ, അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം, ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ ബ്രൂണറാണ്. അദ്ദേഹം ഒരു സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ വൈഗോസ്കി ആരാണ്? വിഗോസ്കി നമ്മുടെ ZPD, അതുപോലെ തന്നെ കറണ്ട് എബിലിറ്റി ലെവല്, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവല്, കൈത്താങ്, ഇതൊക്കെ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ വിഗോസ്കി ഉണ്ട്. അദ്ദേഹം ഒരു സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദിയാണ്. ഓർത്തിരിക്കണം, വ്യവഹാരവാദിയാണ് നമ്മുടെ സ്കിന്നർ. അദ്ദേഹത്തിന് അവരുടെ തിയറീസും ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം. പഠിക്കാനുള്ള കോഡുണ്ടായിരുന്നു. പപ്പാവായെ പൂത്ത, പാവ്ലോവിൻ്റെ പറ്റി, വാട്സൻ്റെ എലി, അതുപോലെ തന്നെ തോണ്ടൈക്കിൻ്റെ പൂച്ച, പിന്നെ സ്കിന്നർ ആണെങ്കിൽ പ്രാവിലാണ് നടത്തിയത്. അപ്പോൾ SRS ആണെങ്കിൽ ബാക്കി എല്ലാവരും RS ബന്ധം ചെയ്തപ്പോൾ എന്താണ്, നമ്മുടെ SR ബന്ധം ചെയ്തപ്പോൾ സ്കിന്നർ വന്ന് എന്ത് ചെയ്തു, RS ബന്ധമാണ് ചെയ്തതെന്നൊക്കെ ഓർത്തിരിക്കും കേട്ടോ. ചോദക പ്രതികരണവും പ്രതികരണ ചോദകവും കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞും ഒന്നും പോകരുത്, റിവേഴ്സ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മാമ്പഴം എന്ന അതിപ്രശസ്തമായ കവിത ആരുടേതാണ്? നമ്മൾക്കറിയില്ലേ മാമ്പഴം എന്ന് പറഞ്ഞ കവിത ആരുടെയാണ്? നമ്മുടെ അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുക, ആ പദം ഇത് ആരുടെയാണ്? ആ ഒരു കവിത എഴുതിയത് ആരാണ്? നമ്മുടെ ONV കുറുപ്പ് ആണോ? ONV കുറുപ്പാണോ? ONVയുടെ ആണോ? അതോ വൈലോപ്പള്ളിയുടെ ആണോ? ആരുടെയാണത്? അതോ ഇടശ്ശേരിയുടെ ആണോ, ചെങ്ങമ്പുഴയുടെ ആണോ? നമ്മുടെ വൈലോപ്പള്ളിയാണത് എഴുതിയത് കേട്ടോ. മാമ്പഴം എന്ന കവിത എഴുതിയത് വൈലോപ്പള്ളിയാണ് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചത് കേട്ടോ, മാമ്പഴം എന്ന് പറഞ്ഞ കവിത. അതുപോലെ തന്നെ വാഴക്കുല ആരുടെയാണ്? വാഴക്കുല ആരുടെയാണ്? വാഴക്കുല കേട്ടില്ലേ? മലയപ്പൂലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, കേട്ടില്ല അങ്ങനെ പാട്ട്? വാഴക്കുല അതാരുടെയാ? ചങ്ങമ്പുഴ കേട്ടോ, ചങ്ങമ്പുഴയുടെയാണ് വാഴക്കുല. അതായത് നമ്മുടെ പണ്ടത്തെ ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്ത് നമ്മുടെ ഒരു പുലയൻ എന്താണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്, നമ്മുടെ വലിയ ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് എന്ത് നട്ടു? വാഴ നട്ടു. അദ്ദേഹം അത് പരിപാലിച്ച് നല്ല രീതിക്ക് വളമൊക്കെ ഇട്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു വലിയ കൊലയുണ്ടായി. കൊലയൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ പുലയന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഉണ്ടായി കഴിഞ്ഞപ്പം അത് വെട്ടാറായപ്പോൾ ആരും ഒന്ന് വെട്ടിക്കൊണ്ടുപോയി. ജന്മി അവിടെ ആ സ്ഥലത്തിൻ്റെ ജന്മി ഒന്ന് വെട്ടിക്കൊണ്ടുപോയി. അതാണ് ആ ഒരു കവിതയുടെ സാരാംശമായിട്ട് വരേണ്ടത്. മാമ്പഴത്തിൻ്റെ അറിയാലോ സാരാംശം എന്നൊരു കുട്ടി മാമ്പഴം എന്താണ് നമ്മുടെ ഞെട്ടട്ടി വീണപ്പം മാമ്പഴത്തിൻ്റെ തണ്ടൊടിച്ച് കളഞ്ഞതിന് അമ്മ വഴക്ക് പറയുന്നതാണ്. പിന്നെ അമ്മ കൊച്ചു മരിച്ചു പോകുന്നു, അമ്മേൻ്റെ മുമ്പിൽ വിഷമിച്ചിരിക്കുന്ന ഒരു തീമാണ് നമ്മുടെ മാമ്പഴം എന്നതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. അതിൻ്റെ അകത്ത് തീമുകളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. അടുത്ത സന്ധിയിലെ ക്വസ്റ്റ്യൻ ആണ്. സന്ധിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്നാണെങ്കിലും കാണും കേട്ടോ. n+100 800 ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണോ, ആഗമസന്ധിയാണോ, ആദേശസന്ധിയാണോ, ലോപസന്ധിയാണോ? n+100 800 എന്നെഴുതുന്നത് ഏത് സന്ധിയാണ്? നമ്മുടെ ദ്വിത്വസന്ധിയാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. n+100 800 എന്ന് പറഞ്ഞാൽ അത് ദ്വിത്വമാണോ, ആഗമമാണോ, ആദേശമാണോ, ലോപമാണോ? ഒബ്വിയസ്ലി നമ്മൾ ഇന്ന ഇതുപോലെ തന്നെ നൂ ഇതൊക്കെ കാണുമ്പോൾ എങ്ങോട്ട് പോകും? ഇരട്ടിച്ചു എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങോട്ട് പോകണോ? എന്നാലോചിച്ച് നോക്കി, അങ്ങോട്ട് പോകണോ? ശരിയാണോ? അതായത് നമ്മളിങ്ങനെ വരുമ്പോൾ, അതായത് n+100 എന്ന് പറഞ്ഞാൽ 800 അല്ലേ, അതൊരു
ആദേശസന്ധിയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ പുതിയൊരു വർണ്ണം വന്ന് ചേരും. അതായത് കിടക്കുന്ന ആൾ ഇരട്ടിക്കുമല്ല ചെയ്യുന്നുണ്ടോ. അതായത് എന്താണ്, നമ്മുടെ പുതിയതായിട്ടൊരു വർണ്ണം ഇണ്ണു എന്ന് പറയുക ഇണ്ണ എന്ന് പറഞ്ഞ വർണ്ണം വന്ന് ചേരുക ചെയ്തത്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്, അവിടെ ഒരു ആദേശസന്ധിയാണ് വരേണ്ടത്. അതിന് തിയറി നമ്മുടെ താഴെ പറയുന്നുണ്ടോ. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താ, മുമ്പേ പറഞ്ഞതാണ്, രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കൂടി ചേരുന്നതിന് പറഞ്ഞ പേരാണ് ആഗമസന്ധി. അതായത് തിരുവോണം എന്ന് പറഞ്ഞാൽ തിരു പ്ലസ് ഓണമാണ്. അതായത് പ്ലസ് അതിന് ശേഷം സ്വരാക്ഷരമോ കൂടി ചേരുമ്പോൾ യായോ വായോ വന്നാൽ, ഇവിടെ തിരുവോണത്തിനകത്ത് വാ വന്നു അല്ലേ, തിരു പ്ലസ് ഓണം എന്ന് എഴുതുമ്പോൾ നമുക്ക് തിരുവോണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വാ വന്നു. അപ്പോൾ ഉപയോഗിച്ച് എന്താണ്, യായോ വായോ വന്നാൽ നമുക്ക് ആഗമസന്ധി എന്ന് പറയാൻ പറ്റും. എക്സാമ്പിളാണ് പന പ്ലസ് ഓല പനയോല, അണി പ്ലസ് അറ അണിയറ, തല പ്ലസ് ഓട് തലയോട്, തിരു പ്ലസ് ആതിര തിരുവാതിര, വഴി പ്ലസ് അമ്പലം വഴിയമ്പലം. കണ്ടോ, ഇതിനകത്തെല്ലാം പിടിച്ച് തരുമ്പോൾ ഒന്നുകിൽ യാ അല്ലെങ്കിൽ വാ. കണ്ടോ, യാ അല്ലെങ്കിൽ വാ, യാ അല്ലെങ്കിൽ വാ എല്ലായിടത്തും വരുന്നുണ്ട്. അതാണ് നമ്മുടെ ആഗമസന്ധി എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ആദേശസന്ധി. എന്താണ് ആദേശസന്ധി? കണ്ടോ, രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം പകരം വരുന്നതിന് പറഞ്ഞ പേരാണ് ആദേശസന്ധി. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോകണം, അതിനുശേഷം മറ്റൊരു വർണ്ണം വരുന്നതിന് പറഞ്ഞ പേരാണ് ആദേശസന്ധി. നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം പഠിച്ച എന്താണ്, ചന്ദ്രക്കലയിട്ട പിരിച്ചെഴുതുമ്പോൾ അധിക ചിഹ്നത്തിന് മുമ്പ് ചന്ദ്രക്കലയോ അല്ലെങ്കിൽ അനുസാരമോ ഇതൊക്കെ വരിക, അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരമോ വരികയും ചേർത്ത് തരുമ്പോൾ അത് വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ വന്ന ഏതായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്, നമ്മുടെ ഏതാ ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഉള്ളത്, കണ്ടോ, n + 100 800 ഇല്ല. അത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ ചില്ലക്ഷരം വ്യഞ്ജനാക്ഷരം അതുപോലെ തന്നെ അനുസാരം, അതിനകത്ത് നമ്മുടെ ഇണ്ണ് ഇള്ള് ഇതൊക്കെ വരുവാണെങ്കിൽ ആരാണ്, പ്ലസിന് മുമ്പ് വരുവാണെങ്കിൽ അത് ആരാണ്, എപ്പോഴും ഒരു ആദേശസന്ധിയാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതൊരു ആദേശസന്ധിയാണെന്ന് എപ്പോഴും ഓർത്തിരിക്കണം. അതായത് ചില്ലക്ഷരമോ, കണ്ടോ പ്ലസിന് മുമ്പ് ചില്ലക്ഷരമോ അതുപോലെ തന്നെ അനുസാരമോ. എന്താ അനുസാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നില്ലേ, നമ്മുടെ അനുവിൻ്റെ സ്വരം. എപ്പോഴും അനുവിന് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ അനു എപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ അതുപോലെ തന്നെ കം, അതുപോലെ പം, അതുപോലെ ഇതൊക്കെ ഉണ്ടോ, എല്ലാത്തിൻ്റെ അവസാനം ഈ പൂജ്യം കിടക്കുവാണെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ അക്ഷരം എഴുതുക പൂജ്യം ഇടുക, അങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അനുസാരങ്ങൾ. അത് വരികയൊക്കെ ചെയ്യുവാണെങ്കിൽ, അതിന് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് വരാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഉണ്ടോ, വിൺ പ്ലസ് സ്ഥലം വിണ്ഠാലം, അതുപോലെ തന്നെ n + 100 800 കണ്ടോ, പഠിപ്പിച്ചതിനകത്തുള്ളായിരുന്നു. വെൺ പ്ലസ് ചാമരം വെഞ്ചാമരം, മരം പ്ലസിൽ മരത്തിൽ. കണ്ടോ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്തായൊക്കെ വന്നെന്ന് തോന്നും, പക്ഷേ എന്താണ് ഇത് കണ്ടോ, ഒരു അനുസാരം ഇവിടെ കിടക്കും. കണ്ടോ, അനുസാരം, ഈ മരം എന്ന് പറഞ്ഞ ഇവിടെ അനുസാരമാണ്. അപ്പോൾ അനുസാരവും ഈയും കൂടി ചേർത്ത് ഇത്തായി മാറിയതാണ്. അതുപോലെ തന്നെ നെൽ പ്ലസ് മണി നെൽമണി, കടം പ്ലസ് കഥ കടങ്കഥ, അതുപോലെ തന്നെ കൽ പ്ലസ് മതിൽ കൽമതിൽ, നെൽ പ്ലസ് മണി നെൽമണി. കണ്ടോ, ഇതേ വരുമ്പോൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, പ്ലസിന് മുമ്പ് ആരൊക്കെ വരണം, ചില്ലക്ഷരമോ വ്യഞ്ജനമോ അനുസാരമോ വന്നതിന് ശേഷം പിരിച്ചെഴുതുമ്പോൾ വരായിരുന്നാൽ എന്തായി, ആദേശസന്ധിയായി. അന്ന് പഠിച്ചൊരു കോഡ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. എന്താണ്, ഇവിടെ പ്ലസിന് മുമ്പ് ആര് വരണം, ഒന്നെങ്കിൽ ചില്ലക്ഷരമോ അല്ലെങ്കിൽ അനുസാരമോ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരമോ വരികയും പിരിച്ചെഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് വരാതിരിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ വരാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ അത് ഒബ്വിയസ്ലി ആദേശസന്ധി ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി തെറ്റിക്കല് കേട്ടോ. ഒബ്വിയസ്ലി നമ്മൾ നോക്കുമ്പോൾ ഇണ്ണ വന്നു, 800-നകത്ത് ഇണ്ണ വന്നു, ഇരട്ടിച്ചു എന്ന് പറഞ്ഞ് ചാടിപ്പോകും, പക്ഷേ ഇരട്ടിച്ചിട്ടില്ല കേട്ടോ. മറ്റേ പഠിക്കുമ്പോൾ ഡൗട്ട്സ് ക്ലിയർ ആവും. അടുത്താണ് വരുന്നത് നമ്മുടെ ദ്വിത്വസന്ധി. നോക്കി, ഇത് നമ്മൾ നിങ്ങൾക്ക് തെറ്റിപ്പോയതിൻ്റെ കാരണം തന്നെ ഇവിടെ നോക്കി, രണ്ട് വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കണം. ഇതിലെ അക്ഷരങ്ങളൊന്നും മാറുന്നില്ല. മറ്റേടത്ത് എന്തായിരുന്നു, ഒരു വർണ്ണം കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. പ്ലസിന് മുമ്പുള്ള അനുസാരമോ വ്യഞ്ജനമോ ചില്ലക്ഷരമോ ഒക്കെ മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോണ്ടോ, തല പ്ലസ് കട്ട്, പ്ലസ് കഴിഞ്ഞുള്ള അക്ഷരം ഇരട്ടിക്കുകയോ ചെയ്യുന്നത് ഉണ്ടോ. ഇക്കായായിരുന്നു, കായായിരുന്നു, അത് ഇക്കായായി. ഉണ്ടോ, പൂ പ്ലസ് ചട്ടി പൂച്ചട്ടി. ഉണ്ടോ, ചായായിരുന്നു ഇച്ചായി. ആന പ്ലസ് പക ആനപ്പക. ഉണ്ടോ, പായായിരുന്നു ഇപ്പായായി. പ്ലസ് കാലം അക്കാലം. അപ്പം ഇത് കായായിരുന്നു, അത് ഇക്കായായി. അടുത്ത നോക്കി, കവിൾ പ്ലസ് തളം കവിൾ തടം, അത് തായായിരുന്നു ഇത്തായി. അടുത്തത് പണി പ്ലസ് പുര പണിപ്പുര. ഉണ്ടോ, പായായിരുന്നു, അത് ഇപ്പായായി. അടുത്തത് താമര പ്ലസ് കുളം താമരക്കുളം. അതുകൊണ്ട് കായായിരുന്നു ഇക്കായി. അപ്പോൾ എന്താ അതിൻ്റെ കോഡ്, പ്ലസ് കഴിഞ്ഞുള്ള വാക്ക് ഇരട്ടിക്കണം. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ n + 100 800-ൻ്റെ അകത്ത് നമ്മൾ നോക്കി, ഈ നായാണ് ഇരട്ടിച്ചേ, ഇവിടെ നായാണ് ഇരട്ടിച്ചത്.
ദ്വിസന്ധി വരണമെങ്കിൽ ഈ നാ ഇരട്ടിക്കണം. റൂള് വെച്ചുകൊണ്ട് നായാണോ ഇരട്ടിച്ചേ? അല്ല. ഉണ്ട്. അപ്പോൾ മനസ്സിലായോ തെറ്റിയത് എങ്ങനെയാണ്? അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ റൂൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ തെറ്റത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞാണ്, എങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു തരാം. എന്താണ് ഇവിടെ നോക്കി, ഓരോ പ്ലസ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അത് നമ്മുടെ ദ്വിത്വസന്ധി, പ്ലസ്സിന് മുമ്പുള്ള അക്ഷരമാണെങ്കിൽ അത് ആദ്യസന്ധിയായിട്ട് മാറും. കണ്ടോ, ഇവിടെ ഇങ്ങനെ പഠിച്ചാൽ മതി, എളുപ്പമാണ്. ഈ PDF അയച്ചു തരാം കേട്ടോ, പേടിക്കണ്ട. അടുത്തത് നമ്മുടെ എന്താണ്, നമ്മുടെ ലോപസന്ധി, അതായത് ഒരു വർണ്ണം ഇല്ലാതാവുക ഉണ്ടോ, അതായത് ചുരുങ്ങുക എന്ന് പറയും. അതായത് നമ്മുടെ അക്ഷരങ്ങളോ വർണ്ണങ്ങളോ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ ലോപസന്ധി എന്ന് പറയുന്നത്. ഉണ്ടോ, തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. ഒരു പ്ലസ് അടി, ഒരടി. ഒരു പ്ലസ് ഇല, ഒരില. തെല്ല് പ്ലസ് ഇട, തെല്ലിട. കയ്പ് പ്ലസ് ഉണ്ട്, കയ്പുണ്ട്. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. അപ്പം ഇങ്ങനെ എന്താണ് നമ്മുടെ വർണ്ണങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞ ശേഷം തിരിച്ചെണ്ണുമ്പോൾ എന്താണ്, പിരിച്ചെഴുതി കഴിയുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെട്ടാൽ ഇവിടെ നോക്കി, ഇവിടെ 1 2 3 4 5 എണ്ണം. ഇവിടെ വരുമ്പോഴോ 1 2 3 4 കണ്ടോ, അതിലൊന്ന് കുറഞ്ഞു. ഇവിടെ ആണെങ്കിൽ 1 2 3 4 എണ്ണം. ഇവിടെ വരുമ്പം 1 2 3 എണ്ണം കണ്ടോ. അതായത് നമ്മൾ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഒരെണ്ണം കുറയുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് നമ്മുടെ ലോപസന്ധി. ലോപം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക അല്ലെങ്കിൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം വരുന്നത്. സന്ധികൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കണം. ഇത് വായിച്ച് പഠിച്ചാൽ മതി, അപ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് ഇവിടെ വരേണ്ടത് ആദേശം കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറി, പ്രക്ഷേപണ രീതി തീമാറ്റിക് അപ്പർച്ചർ ടെസ്റ്റ്, ക്ലിനിക്കൽ മെത്തേഡ് ജെ.എൽ. മൊറീനോ, സാമൂഹിക ബന്ധ പരിശോധന, ക്ലിക്കുകൾ. ഏതാണ് തെറ്റായ ജോഡി വരുന്നത്? നമുക്ക് ഒന്നേ നോക്കാം അല്ലേ. ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറിയുടെ ആണോ? സ്റ്റീഫൻ കോറിയാണോ ക്രിയാഗവേഷണം കണ്ടുപിടിച്ചത്? അല്ലേ, ഇവിടെ സ്റ്റീഫൻ എം കോറിയുടെയാണ് ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ച്. അതായത് ക്ലാസ്സിൽ മുഖാമുഖം നേരിടുന്ന ഒരു എന്താണ് അധ്യാപകൻ അവയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യകാരണങ്ങൾ ഒരു ഗവേഷണ മനോഭാവത്തോടുകൂടി വിലയിരുത്തി അപഗ്രഥിച്ച് നിഗമനത്തിലെത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്രിയാഗവേഷണം. കണ്ടുപിടിച്ചത് സ്റ്റീഫൻ എം കോറിയാണ്, നോ ഡൗട്ട്സ്. അടുത്ത പ്രക്ഷേപണ രീതി തീമാറ്റിക് അപ്പർച്ചർ ടെസ്റ്റിന് അത് വരുന്നതാണ് അല്ലേ. അതായത് നമുക്ക് ചിൽഡ്രൻസ് അപ്പർച്ചർ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർച്ചർ ടെസ്റ്റ്, പദസർജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, റോഷെ ഇങ്കബോർഡ് ടെക്സ്റ്റ്, ഇതൊക്കെ എന്തിൻ്റെ ടെക്സ്റ്റുകളാണ്? നമ്മുടെ പ്രക്ഷേപണ രീതിയുടെ ടെക്സ്റ്റുകളാണ് അല്ലേ. ഇനി അടുത്തത് ക്ലിനിക്കൽ മെത്തേഡ് ജെ.എൽ. മൊറീനോ. ജെ.എൽ. മൊറീനോ ആണോ ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത്? ജെ.എൽ. മൊറീനോ ആണോ ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത്? ആണോ ജെ.എൽ. മൊറീനോയുടെ ആണോ അതോ വേറെ വല്ലവരുടെ ആണോ? ജെ.എൽ. മൊറീനോ അല്ല ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത്, പകരം ലിറ്റ്നർ വിമറാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ലിറ്റ്നർ വിമറാണ് ക്ലിനിക്കൽ മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ്. ഇനി സാമൂഹിക ബന്ധ പരിശോധന, ക്ലിക്കുകൾ വളരെ കറക്റ്റാണ്. നമുക്കറിയാം എന്താണ് സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണമെന്ന് മറ്റു ആൾക്കാർ വിലയിരുത്തുന്നതിന് പറഞ്ഞ പേരാണ് സാമൂഹിക ബന്ധ പരിശോധന അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ച ആരാണ്? നമ്മുടെ ജെ.എൽ. മൊറീനോ കേട്ടോ. ഈ സോഷ്യോമെട്രിക് ടെക്നിക് അഥവാ സാമൂഹിക ബന്ധ പരിശോധന കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെ.എൽ. മൊറീനോ. അതിൻ്റെ അകത്ത് ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ 3 പേര് അല്ലേ. 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ് ക്ലിക്കുകൾ. 2 പേര് വന്നാൽ അവർക്കുള്ള പേര് നമ്മുടെ എന്താണ് നമ്മുടെ ട്വിൻസുകൾ അല്ലെങ്കിൽ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും. ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ അവന് പറയുന്ന പേര് ഏകാഗി. ഇനി ഒരു കൂട്ടമായിട്ട് വന്നാൽ അവർക്ക് പറയുന്ന പേരെന്താണ്? നമ്മുടെ ഗ്യാങ്ങുകൾ. ഇനി ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേര് അവൻ അവിടുത്തെ സ്റ്റാർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പടം വെച്ചാണെങ്കിലും ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കും കേട്ടോ. ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ 3 പേര് വരുന്നതാണ്. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പേര്. ഒറ്റയ്ക്ക് ഒരാൾ സമൂഹത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരെന്ന് പറയുന്ന പേര് ഏകാഗി. ഒരു കൂട്ടം ആൾക്കാർ വന്നാൽ അവർക്ക് പറയുന്ന പേര് ഗ്യാങ്ങികൾ. അതുപോലെ തന്നെ ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് പറയുന്ന പേര് സ്റ്റാർ, അവനവിടുത്തെ സ്റ്റാർ ആണെന്ന് പറയും കേട്ടോ. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് തെറ്റിപ്പോയത് ക്ലിനിക്കൽ മെത്തേഡ് ജെ.എൽ. മൊറീനോ അല്ല, അത് ലിറ്റ്നർ വിമറാണ്, ഓർത്തിരിക്കണം. ഇനിയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ 70നും 85നും ഇടയിൽ വരുന്ന ബുദ്ധിമാനം കണക്കാക്കുന്ന ഒരു കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉണ്ടോ, 70നും 85നും ഇടയിലാണ്. മൂഢബുദ്ധിയാണോ, മന്ദബുദ്ധിയാണോ, ക്ഷീണബുദ്ധിയാണോ, ശരാശരി ബുദ്ധിയാണോ? ഒബ്വിയസ്ലി അതൊരു ഡള്ളായിരിക്കും അല്ലേ. 70നും 85നും ഇടയിലാണെങ്കിൽ നമ്മുടെ കൊച്ച് മന്ദബുദ്ധിക്കാരനായിരിക്കും കേട്ടോ. മന്ദബുദ്ധിക്കാരനായിരിക്കും നമ്മുടെ കൊച്ച്. ഓക്കെ, നമ്മുടെ കൊച്ചു വരുന്നത് നമ്മുടെ മന്ദബുദ്ധിക്കകത്തായിരിക്കും കേട്ടോ. മറന്നുപോലെ നമ്മുടെ നമ്മൾ പഠിപ്പിച്ചതല്ലേ, നമ്മുടെ അതാണ് നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ IQ കണ്ടുപിടിച്ചിട്ടല്ലേ. IQ = ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് MA/CA × 100, അതായത് കാലിക വയസ്സും
അതുപോലെ മാനസിക വയസ്സും ഒക്കെ നമുക്ക് തന്നതിന് ശേഷം നമുക്കൊരു IQ വാല്യൂ കിട്ടും, ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ആ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ റേഞ്ച് ആണ് പറയുന്നത് 70-85 ഇടയിൽ ആ റേഞ്ച് ബുദ്ധിമാനം കാണിക്കുന്ന കുട്ടി മന്ദബുദ്ധിയായിരിക്കും കേട്ടോ, മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ ശ്രേഷ്ഠ ബുദ്ധിക്കാരുണ്ട് 120 മുകളിൽ, അതിന് താഴെ വരുന്നത് 100-നും 90-നൊക്കെ ഇടയ്ക്ക് അവർ ശരാശരി ബുദ്ധിക്കാരായിരിക്കും, ആവറേജ് ആയിരിക്കും. അതിന് താഴെ പോയാൽ നമ്മുടെ ബുദ്ധി കുറവുള്ള, അല്ലെങ്കിൽ ക്ഷീണബുദ്ധി, മന്ദബുദ്ധി, മൂഢബുദ്ധി റേഞ്ചിനകത്ത് വരുന്നതാണ്. ആ റേഞ്ച് ഓർത്തിരിക്കണം. ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്നുകിൽ അതിൻ്റെ ഒരു കണക്കോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചാലക വികാസ തത്വത്തിൽ പെടാത്തത് ഏതാണ്? ചാലക വികാസ തത്വത്തിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ വികാസം സംഭവിക്കുന്നത് നമ്മുടെ ഈ ചാലക വികാസത്തിലൂടെ അല്ലേ. അതായത് നമുക്കറിയാൻ സാധിക്കും കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് സംഭവിക്കേണ്ട അല്ലെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട കുറേ വികാസങ്ങളുണ്ട്. അത് ഓരോ തത്വം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് അല്ലേ. അതിൽ പെടാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ പേശികളിലേക്ക്, ലാർജ് മസിൽസ് ടു സ്മോളർ മസിൽസ്, അതാണോ? ശിരോഭാഗത്തു നിന്നും പാദങ്ങളിലേക്കാണോ? സെഫോകോഡൽ ട്രെൻഡാണോ? ഏകപാർശ്വത്തിൽ നിന്നും ദ്വിപാർശ്വത്തിലേക്ക് എന്നതാണോ? സ്ഥൂല തലങ്ങളിൽ നിന്ന് സൂക്ഷ്മതലങ്ങളിലേക്കാണോ? ഏതാണ് ഇതിനകത്ത് തെറ്റായ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ പെടാത്തത്? നമ്മുടെ ഏകപാർശ്വത്തിൽ നിന്നും ദ്വിപാർശ്വത്തിലേക്ക്. ശരിയാ പറഞ്ഞല്ലേ. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സി ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. ബാക്കി നോക്കി, സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ, അതായത് മൊത്തമുള്ള പേശികളിൽ നിന്നാണ് ചെറിയ ചെറിയ പേശികളിലേക്ക് വരുന്നത്. ശരിയാണ് അല്ലേ. അടുത്ത ശിരോഭാഗത്തിൽ നിന്നും പാദങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തലയിൽ നിന്നാണ്, തലയുടെ വളർച്ച പ്രാപിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാലിൻ്റെയും കൈയുടെയും ഒക്കെ വളർച്ച പ്രാപിക്കുമ്പോൾ സെഫോകോഡൽ ട്രെൻഡ് കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചായിരുന്നു. സെഫോകോഡൽ ട്രെൻഡ് ഓർമ്മയില്ലേ? നമ്മൾ അന്ന് സെഫോകോഡൽ സീക്വൻസ് അതുപോലെ തന്നെ പ്രോക്സിമൽ ഡിസ്റ്റൽ ഡയറക്ഷനും ഒക്കെ പഠിപ്പിച്ചതാണ്. ആ ഒരു ഇത് ഓപ്ഷൻ തന്നെയാണോ? ശരീരത്തിൻ്റെ തലയിൽ നിന്നാണ് ബാക്കിയുള്ള വളർച്ചകളെല്ലാം പ്രാപിക്കുന്നത്. ഇനി ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക് പറഞ്ഞ ശരിയാണോ? അതായത് നമ്മൾ പറയുകയാണ് ഒരു കൈ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ 2 കൈ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങുമെന്ന്. അങ്ങനെ പോയത് ശരിയാണ്. നിങ്ങൾ പണ്ട് ഒരു കൈ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എഴുതുകയും നമ്മുടെ മരം വെട്ടുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ 2 കൈ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതായത് ഒരു കൈ ഉപയോഗിച്ച കാര്യം 2 കൈ ഇപ്പോൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെന്ന്. അത് തിരിഞ്ഞ് വരണമെന്നില്ലേ. ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക് വരണമായിരുന്നു. കാരണം ഒരു കൊച്ചായിരിക്കുമ്പോൾ നമുക്കറിയാം കൊച്ചിൻ്റെ മുമ്പിലോട്ട് നമ്മളൊരു ബോളോ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ കൊച്ചെങ്ങനെ എടുക്കുന്നത്? ആദ്യം നെഞ്ച് അതിനടുത്തോട് കൊണ്ടുവന്ന് 2 കൈയും കൂടി പിടിച്ച് എന്ത് ചെയ്യും? നെഞ്ചിനോട് അടുപ്പിച്ചാണ് കൊച്ച് ആ സാധനം പിക്കവും ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എടുക്കുന്നത് അല്ലേ. അപ്പോൾ കൊച്ച് 2 കൈ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വളർന്നു വരുമ്പോൾ ആ കൊച്ച് വലത് കൈയാണോ ഇടത് കൈയാണോ അതിന് ആപ്റ്റം നോക്കിയിട്ട് അത് ഒരു കൈയിലേക്ക് മാറും. അപ്പം ദ്വിപാർശ്വത്തിൽ നിന്നാണ് നമ്മുടെ കൊച്ച് ഏകപാർശ്വത്തിലേക്ക് മാറുന്നത്. ഒരിക്കലും ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക് മാറുന്നില്ല. ഈ പോയിന്റ് തെറ്റാണ്. അടുത്ത നോക്കി, സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ, അതായത് മൊത്തത്തിലുള്ള ചലനങ്ങളിൽ നിന്നും ചെറിയ 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 ചലനങ്ങളിലേക്ക് നമ്മുടെ കൊച്ച് നീന്തുന്നു, കമന്ന് വീഴുന്നു, നീന്തുന്നു, പതുക്കെ പിടിച്ച് എണ്ണീക്കുന്നു. അതിനുശേഷം കൊച്ചിനോട് ചിരിക്കാൻ പറഞ്ഞാലോ അതുപോലെ നിൽക്കാൻ പറഞ്ഞാലൊക്കെ കൊച്ച് പതുക്കെ ഗ്രാജുവലാവും. അപ്പം സ്ഥൂല ചലനം മൊത്തത്തിൽ, ബോഡി മൊത്തത്തോടെ അല്ലേ. കൊച്ചു പിള്ളേർ ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ബോഡി മൊത്തത്തിൽ അനക്കിയാണ് ചിരിക്കുന്നത് അല്ലേ. പക്ഷേ വലുതായൊക്കെ നമ്മുടെ പ്രായത്തിൽ ചിരിക്കാൻ പറഞ്ഞാലോ നമ്മൾ ഫേസ് ഉപയോഗിച്ച് മാത്രം ചിരിക്കാൻ ശ്രമിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ അറിയാം. അപ്പം മൊത്തത്തിലുള്ള ചലനങ്ങളിൽ നിന്ന് മാറി ചെറിയ ചെറിയ ചലനങ്ങളിലേക്കാണ് നമ്മുടെ കൊച്ചു വളരുന്നത്. അപ്പോൾ സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്കുള്ള ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റിപ്പോയത്. ഓക്കെ, അടുത്തത്, ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകത്തിൽ പെടാത്തത് ഏതാണ് പെടാത്തത്? ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകത്തിൽ പെടാത്ത ഏതാണ്? അഭിപ്രേരണയാണോ, വാചാലതയാണോ, പ്രശ്ന പരിഹരണ ശേഷിയാണോ, ഉൾക്കാഴ്ചയാണോ? ഏതാണ് വരാത്തത് ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ? നമ്മുടെ അഭിപ്രേരണ, അല്ലെങ്കിൽ ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ ടോറൻസ് പറഞ്ഞ എന്താണ്? അഭിപ്രേരണ രാഹിത്യം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അഭിപ്രേരണ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താ പറ്റും? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ വാചാലത വേണം, അല്ലെങ്കിൽ ഫ്ലുവൻസി വേണം. പറയുന്ന കാര്യത്തിനകത്തൊരു ഫ്ലുവൻസി, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിനകത്തൊരു ഫ്ലുവൻസി വേണം. പിന്നെ പ്രശ്നപരിഹരണ ശേഷി നമ്മുടെ സർഗാത്മകതയ്ക്കകത്ത് വേണ്ട വരണം അല്ലേ, പ്രശ്നപരിഹരണ ശേഷി. അതുപോലെ തന്നെ ഉൾക്കാഴ്ച, അടുത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു നമ്മളൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളൊരു മുൻപോട്ട് മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ വേറിട്ടൊരു ചിന്താരീതി, അത് വേണം ഉൾക്കാഴ്ചയ്ക്കകത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്തിനകത്ത് വരുന്നതാണ്? സർഗാത്മകത അടിസ്ഥാന ഘടകത്തിനകത്ത് വരുന്നതാണ്.
പക്ഷേ ഈ അഭിപ്രേരണ മാത്രം അതിൻ്റെ അകത്തുള്ളതല്ല. അഭിപ്രേരണ വെച്ചാൽ മോട്ടിവേഷൻ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചതല്ലേ, ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അതായത് നമ്മുടെ എന്താണ് ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതൊരിക്കലും നമ്മുടെ ടോറൻസിൻ്റെ നമ്മുടെ സർഗാത്മകതയ്ക്കകത്ത് ഉള്ളത് അല്ല കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തത് താഴെ കൊടുത്തതിൽ കാതറൈൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരമേത്? നമുക്കറിയാം കുട്ടികളുടെ വികാസത്തിൽ കാതറൈൻ ബ്രിഡ്ജസ് ആണ് എന്താണ് കുട്ടികളുടെ ഇത് വെച്ചുകൊണ്ട് അല്ലേ നമ്മുടെ വികാരങ്ങൾ അല്ലെങ്കിൽ കുട്ടികളിലുള്ള ഇമോഷൻസ് വെച്ചുകൊണ്ട് ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കിയത് അല്ലേ, ബ്രിഡ്ജസ് ചാർട്ട് എന്നൊക്കെ പറഞ്ഞ ചാർട്ട് തയ്യാറാക്കിയത്. അതിൻ്റെ അകത്ത് കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം ഏതാണ്? അതായത് കുട്ടി ജനിക്കുമ്പോഴുള്ള വികാരം, ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയിൽ ആദ്യം കാണുന്ന വികാരം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അത് അസ്വസ്ഥമാണോ, ഡിസ്ട്രെസ് ആണോ, അതോ നമ്മുടെ സന്ത്രാസം എക്സൈറ്റ്മെൻ്റ് ആണോ, അതോ ഉല്ലാസമാണോ, അതോ ഭയമാണോ? ഏതാണ് ഉണ്ടായിരിക്കേണ്ടത്? നമുക്കറിയാം ഭയം എന്നാളിലും കാണത്തില്ല അല്ലേ, ശരിയല്ലേ? കൊച്ചു പേടിക്കുമോ? ഇല്ല, കൊച്ചിന് എന്നാ കണ്ടാലും ഒരു ചെറിയ കൊണ്ടായി വന്ന കൊച്ചാണ് കേട്ടോ. അടുത്തത് ഉല്ലാസം ഉണ്ടാവുമോ, അതോ സന്ത്രാസമായിരിക്കും, അതോ അസ്വാസ്ഥമായിരിക്കും? ഏതാണ് ആൻസർ വരേണ്ടത്? നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലേ, എന്നാ കണ്ടാലും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ, എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ നമ്മുടെ പിള്ളേരെല്ലാം, കൊച്ചു പിള്ളേരുള്ള കാര്യം അല്ലേ. എന്നാ നമ്മുടെ മുന്നിൽ കിടന്ന് കാണിച്ചാലും കൊച്ചിങ്ങനെ ഇങ്ങനെ എല്ലാ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ കൊച്ചിനെല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റ് രീതിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കൊച്ചിനെ ഉണ്ടായിരിക്കേണ്ടത് എക്സൈറ്റ്മെൻറ്റ്. വളർന്ന് വരുമ്പോഴാണ് ഈ ഡിസ്ട്രെസ്സും അല്ലേ, നമുക്കൊക്കെ ആണെങ്കിൽ ഡേറ്റൊക്കെ വന്നപ്പോൾ പരീക്ഷ ഡേറ്റൊക്കെ വന്നപ്പം ഡിസ്ട്രെസ് ആയില്ലേ അല്ലേ, അയ്യോ എത്ര പെട്ടെന്ന് വന്നോന്നൊരു പേടി വരും അല്ലേ. 6 മാസം കൊണ്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു, അത് കയറ്റിട്ടാണെങ്കിലും 3 മാസം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞായിരുന്നു. പേടിച്ചിട്ടൊന്നും കാര്യമില്ല, അവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പം വളർന്നു വരുമ്പോൾ അതൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഒരു ഉല്ലാസം അല്ലെ, നമ്മളിപ്പം നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷകളൊക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഡിലൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഉല്ലാസം ഉണ്ടാവും. പിന്നെ ഭയം അല്ലേ, ഇപ്പം നമുക്കെല്ലാം ഉള്ളത് അല്ലേ, എന്താണ് പരീക്ഷയായി പഠിക്കാൻ സമയമില്ല, അയ്യോ ഒന്നും പഠിച്ചില്ല, റിവൈസ് ചെയ്ത് ഓർമ്മയില്ല, ഇതൊക്കെ വരുമ്പോൾ അവിടെ ഭയം. അതൊക്കെ വളർന്നു വരുമ്പോൾ ഉള്ളത്. ജനിച്ച കുട്ടിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരേണ്ടത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ഏതാണ്? 2 × 6 × 15 × 5 ആണോ, 4 × 15 × 3 × 5 ആണോ, 4 × 9 × 25 ആണോ, 2 × 2 × 15 × 5 ആണോ? പൂർണ്ണവർഗമല്ലാത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു? എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യനുമാണ്, ഓർമ്മയുണ്ടോ എങ്ങനെ ചെയ്യേണ്ടത്? അതായത് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇപ്പോൾ 2 × 6 × 15 × 5 അല്ലേ. ഇപ്പോൾ 2 × 6 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 2 എന്ന് എഴുതാം അല്ലേ. 3 × 2 ആണ് ആര്? നമ്മുടെ 6 എന്ന് പറയുന്നത്. ഇനി 15 വേണേൽ എങ്ങനെ എഴുതാം? നമുക്ക് 5 × 3 എന്ന് പറയുന്നത് അല്ലേ, 3 15 × 5. ഇനി നോക്കിയേ, 2 2 ഉണ്ട്, അവൻ സെറ്റായി. 2 3 ഉണ്ട്, അവൻ സെറ്റായി. 2 5 ഉണ്ട്, അവൻ സെറ്റായി. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമാണ്. ഓർമ്മയില്ലേ പഠിപ്പിച്ചത്? അതായത് പൂർണ്ണവർഗം എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയേഴ്സ് വരണം. നോക്കിയാൽ ഇവിടെ 2ൻ്റെ സ്ക്വയർ കിട്ടും, അപ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. 3ൻ്റെ സ്ക്വയർ ഉണ്ടോ, ഇവിടെ പോയി നമുക്ക് പെയർ കിട്ടുന്നുണ്ട്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് പോയി. അടുത്ത 5ൻ്റെ സ്ക്വയർ, അത് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നാമത്തേത് പൂർണ്ണവർഗമാണ്. അടുത്തത് നോക്കിയേ, 4 × 15 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് പറഞ്ഞ് എഴുതാം. അടുത്തത് 3 × 5. നോക്കിയേ, 4 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 × 2 എന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആണ്. അടുത്തത് 3 എടുത്താൽ ഇവിടെ ഒരു പെയറുണ്ട് 3-ന്, 3 × 3 9 ആണ്, അതിനൊരു പെയറുണ്ട്. സോ അതൊരു പെർഫെക്റ്റ് നമ്പറാണ്. അടുത്ത 5 × 5 ഉണ്ടോ, എടുക്കാനുണ്ട്. സോ അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമായിട്ട് പോകും. അടുത്തത് 4 × 9 × 25 ഇല്ലേ. ഇവിടെ നോക്കിയേ, 4 ഒരു പെർഫെക്റ്റ് നമ്പറാണ്, 9 ഒരു പെർഫെക്റ്റ് നമ്പറാണ്, 25 ഒരു പെർഫെക്റ്റ് നമ്പർ അല്ലേ. 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. സോ ഇത് ഒരു പൂർണ്ണവർഗമാണ്. അപ്പോൾ അവസാനത്തെ ആയിരിക്കും തെറ്റിപ്പോയി അല്ലേ. നമുക്ക് നോക്കാം. 2 × 2 പെർഫെക്റ്റ് നമ്പറായിട്ട് പോയി. 15 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ഒരു 5 ഉള്ളത്. ഇവിടെ നോക്കിയേ, 2 × 2 പെയറായി, 5 × 5 പെയറായി. പക്ഷേ 3 ഒറ്റയ്ക്ക് നിൽക്കുക. 3 ഒറ്റയ്ക്ക് നിന്നാൽ 3 ഒരു പൂർണ്ണവർഗമാണോ? പൂർണ്ണവർഗത്തിനകത്ത് വരുന്ന നമ്പറാണോ 3 എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇവനടുത്ത ഇവിടെ അങ്ങനെ പെയർ കണ്ടുപിടിക്കാനുണ്ടോ? പെയർ കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ് ആൻസർ വേണ്ടത്? ഓപ്ഷൻ ഡി. കണ്ടോ, ഇങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാം. അല്ലാതെ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റൂട്ടൊന്നും എടുത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലണ്ടോ. ഒരു നമ്പർ പെർഫെക്റ്റ് ആണോ അല്ലേ നോക്കാൻ ഇങ്ങനെ വന്നാൽ അതിനെ പിരിച്ചെഴുതുക, ബാക്കിയുള്ളതിനായിട്ട് കമ്പൈൻ ആക്കുക, കണ്ടുപിടിക്കുക. വളരെ എളുപ്പമാണ്, നമ്മൾ ചെയ്തത് കേട്ടോ. ഓർത്തിരിക്കണം, സ്ക്വയേഴ്സ് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. സ്ക്വയേഴ്സിൻ്റെ വലിയ ഞാൻ പറഞ്ഞാണ് 1 തൊട്ട് 15 വരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും കേട്ടോ. അടുത്തത് 3 4 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്?
നമുക്കറിയാം 3, 4, 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 3ൻ്റെ തിയറി അറിയില്ലേ? 3 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ 3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ സംഖ്യകൾ എണ്ണി നോക്കുക, അല്ലെങ്കിൽ തുക നോക്കുക അല്ലേ? സംഖ്യകൾക്കകത്തുള്ള തുക നോക്കുക. തുക നോക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? അവ കൂട്ടി നോക്കുക. കൂട്ടി നോക്കി കഴിഞ്ഞിട്ട് അത് 3ന് ടേബിളുണ്ടോ ഇല്ലയോ നോക്കുക. ഇവിടെ നമ്മൾ നോക്കി 1 + 2 3 3 1 4. അപ്പോൾ ശിഷ്ടം 1 പറഞ്ഞു വെച്ചാൽ 3 നമുക്ക് ഡിവൈഡ് ആയി പോകേണ്ടത്. പിന്നെ 4 വന്നാൽ 3നേക്കാൾ 1 കൂടുതലാണ്. സോ ശിഷ്ടം 1 വരും. ഇനിയും 4 നോക്കിയാൽ നമുക്ക് ഡിവൈഡ് തന്നെ നോക്കണം. 121 / 4 അത്ര വരും. 12 4 3 വട്ടം, 3 12, റിമൈൻഡർ 1. അടുത്ത 5 നോക്കിയാൽ 120 വരും. പിന്നെ റിമൈൻഡർ 1 വരും. ഏറ്റവും ചെറിയ നമ്പറാണ് വേണം കേട്ടോ. ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ നമ്പർ 121 ഒരു നമ്പറായിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്തത് 91 നോക്കി. 91 90 വന്നാൽ 3 കഴിഞ്ഞിട്ട് 1 റിമൈൻഡർ വരും. 5 വന്നാലും 90 കഴിഞ്ഞ് 1 ഡിവൈഡ് ചെയ്ത്. പിന്നെ പോയിട്ട് 4 നോക്കിയാൽ മതി. 91 / 4 അല്ലേ? 9ൻ്റെ അകത്ത് 2 വട്ടം അടങ്ങിയാൽ 8 ആകും. 9ൽ നിന്ന് 8 കുറച്ചാൽ 1, താഴോട്ട് ഇറക്കി എഴുതാൽ 1 അല്ലേ? 11ൻ്റെ അകത്ത് 4 8 വട്ടം നമുക്ക് 2 വട്ടം 4 2 8 വരും. ബാക്കി റിമൈൻഡർ 3 വരും. അപ്പോൾ ഇത് വരത്തില്ല. അടുത്തത് 61 എടുത്താൽ നോക്കി. 3 എടുത്താൽ 60, ബാക്കി 1 കൂട്ടി 61, ശിഷ്ടം 1 വരും. 5 എടുത്താലും 60, അത് കഴിഞ്ഞ് ബാക്കി 1 വരുമ്പോൾ 61 വരും. പിന്നെ 4 എടുത്താൽ അല്ലേ? 60 / 4 വരണം. സോ എന്താണ്? 4നകത്ത് ഒരു വട്ടം അടങ്ങിയാൽ 4, റിമൈൻഡർ 2, 0 പോയി. 61 കേട്ടോ. 21 വരും. I4 20, റിമൈൻഡർ 1 വന്നു. അപ്പോൾ നോക്കി ഏറ്റവും ചെറിയ നമ്പർ ആരാണ്? നമ്മുടെ 61. ബാക്കി 181 വലുതായി പോകും. കിട്ടിയാൽ തന്നെ വലുതായി പോകും. നമുക്ക് വേണ്ടത് ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 61 കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് 2-3 എണ്ണത്തിൻ്റെ തിയറി അറിഞ്ഞിരിക്കാമെങ്കിൽ വളരെ പെട്ടെന്നത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ്. ചെയ്ത രീതി മനസ്സിലായോ? നമ്മുടെ 3 ആണെങ്കിൽ എന്താണ്? സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതിനുശേഷം എന്ത് ചെയ്യണം? അവ 3ന് ടേബിളിലുണ്ടോ എന്ന് നോക്കുക. എത്ര കൂടുതൽ വരുന്നുണ്ടോ അത് നമ്മുടെ ശിഷ്ടമായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കി 60. ഇപ്പോൾ 3ന് ടേബിൾ നോക്കുകയാണെങ്കിൽ 6 1 7. 3 ടേബിൾ ചെല്ലുവാണെങ്കിൽ 1 3 3 2 3 6. പിന്നെ പോയിട്ട് 1 കൂടുതലാണ്. 1 ആരായിരിക്കും? ശിഷ്ടമായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ 82 ആണെങ്കിലോ നമ്മൾ 8 1 9. 3ൻ്റെ അകത്ത് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയിട്ട് പോകും. 83 ആണെങ്കിലോ റിമൈൻഡർ നമുക്ക് 2 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? 2 അവിടെ ശിഷ്ടമായിട്ട് നിൽക്കുമെന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എളുപ്പമുള്ള മെത്തേഡ് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഉണ്ട്. നമ്മളത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പഠിക്കാം. ക്രാക്ക് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാവിലെ 4:40 കോഴിക്കോട്ട് നിന്നും പുറപ്പെട്ട ഒരു KSRTC ബസ് അന്നേ ദിവസം വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് എത്തുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്ര? 10 മണിക്കൂർ 40 മിനിറ്റ് ആണോ? 10 മണിക്കൂർ 20 മിനിറ്റ് ആണോ? 11 മണിക്കൂർ 40 മിനിറ്റ് ആണോ? 11 മണിക്കൂർ 20 മിനിറ്റ് ആണോ? കണ്ടുപിടിച്ചതല്ല എത്രയാണ്? 11 മണിക്കൂർ 40 മിനിറ്റ്. എല്ലാവർക്കും അത് തന്നെ കിട്ടിയത്. ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കാം. അതിപ്പം 4:40 തൊട്ട് രാവിലെ 4:40 തൊട്ട് വൈകിട്ട് 4:40 വരെയാണെങ്കിൽ എത്ര സമയമായനെ? 12 മണിക്കൂറായനെ അല്ലേ? അതിൽ നിന്ന് 40 4 20 അതായത് ഒരു 20 മിനിറ്റ് കുറച്ചാൽ മതി. 60 20 കുറച്ച് എത്രയാണ്? നമുക്ക് 40 കിട്ടും. അപ്പോൾ 11 മണിക്കൂറും 40 മിനിറ്റുമാണ് നമ്മുടെ ബസ് യാത്രക്കെടുത്ത സമയം. കണ്ടോ? അതായത് ഇവിടെ കണ്ടോ, കൃത്യം 12 മണിക്കൂറിന് ഒരു കണക്കാണ് കേട്ടോ. 4:40 രാവിലെ പുറപ്പെട്ടു, വൈകുന്നേരം 4:20 ചെന്നു. അതായത് ബസ് മൊത്തം 4:40 വൈകുന്നേരം ചെന്നാൽ 12 മണിക്കൂർ എടുത്തേനെ. പക്ഷേ ഇവിടെ ഒരു 20 മിനിറ്റ് നേരത്തെ ചെന്നു അല്ലേ? അതായത് 20 മിനിറ്റ് കുറയ്ക്കണം. 60 20 കുറച്ചാൽ 40 ആണ്. സോ 11 മണിക്കൂറും 40 മിനിറ്റുമാണ് ഇവിടെ നമ്മുടെ ബസ് യാത്രക്കെടുത്ത സമയം. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എഴുതി നോക്കാം കേട്ടോ. 4:40 തൊട്ട് 5:40 വരെ 1 മണിക്കൂർ, അങ്ങനെയുള്ള സെറ്റപ്പിലാണെങ്കിലും ചെയ്ത് നോക്കാം. കുറച്ച് സമയം പോകും. ഇത് ഈ ഒരു മെത്തേഡ് നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ 12 കൂട്ടി അല്ലെങ്കിൽ 24 കൂട്ടി നമ്മൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനോട് അടുത്തൊരു നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗണിതശാസ്ത്രജ്ഞനല്ലാത്തത് ആരാണ്? ശ്രീനിവാസ രാമാനുജനാണോ? ഡോക്ടർ വർഗീസ് കുര്യനാണോ? റെനെ ഡെക്കാർത്തയാണോ? DH ക്ലപ്പേക്കറാണോ? ആരാണ്? പേര് തന്നെ ഉണ്ടല്ലേ, നമ്മുടെ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ആരാ? നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്നു അല്ലേ? വർഗീസ് കുര്യൻ ആരാണ്? വർഗീസ് കുര്യൻ ആരാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അല്ലേ, നമ്മുടെ മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം എന്നൊക്കെ ഞാൻ പറഞ്ഞത് അല്ലേ? ആലപ്പുഴയിലുള്ള നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലേ? ഡോക്ടർ വർഗീസ് കുര്യൻ. ഓർത്തിരിക്കണം, ഇതിൻ്റെ വക്താവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ കേട്ടോ. അദ്ദേഹം ഒരു
ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ശാസ്ത്രജ്ഞനാണ്, ഗണിതത്തിനകത്തുള്ള ശാസ്ത്രജ്ഞനല്ല കേട്ടോ. ശ്രീനിവാസ രാമാനുജനും റെനെ ഡെക്കാർത്തേയും DH ക്ലാപ്പേക്കറും ഒക്കെ ഇത് നമ്മുടെ ഗണിത ശാസ്ത്രജ്ഞരാണെന്ന് ഓർത്തിരിക്കണം. അടുത്തത് 999 പ്ലസ് 499 പ്ലസ് 999 പ്ലസ് 9999 പ്ലസ് 499 വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? കൂട്ടി കണ്ടുപിടിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? കൂട്ടി കണ്ടുപിടിച്ച ആരെങ്കിലും ഉണ്ടോ? കൂട്ടി കണ്ടുപിടിച്ചവരുണ്ടോ ആരെങ്കിലും ഇതിൻ്റെ അകത്ത്? ഉത്തരം ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ പഠിച്ച മെത്തേഡ് ഞാൻ മറ്റൊരു മെത്തേഡ് പഠിപ്പിക്കാം. കൂട്ടി കണ്ടുപിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിങ്ങനെ കണ്ടപ്പോൾ ഉടനെ ചാടിക്കയറി കൂട്ടിയവരുണ്ടോ? ഇല്ല. ഓക്കെ. എന്നാ ചെയ്ത് നിങ്ങൾ 999 1 കൂട്ടിയാൽ എത്രയാവും? 1000 ആകും. 499 1 കൂട്ടിയാൽ 500 ആകും. 999 1 കൂട്ടിയാൽ എത്രയാവും? 1000 ആകും. 9999 കൂട്ടിയാൽ 10000 ആകും. 499 1 കൂട്ടിയാൽ 500 ആവും അല്ലേ? അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് 1000, 1000ഉം 500ഉം 1500ഉം 1000ഉം 2500ഉം 10000ഉം അല്ലേ? 12500ഉം 500ഉം 13000 ആയി. ഇനി 13000ന് എത്രമാത്രം കുറച്ചാൽ മതി? 1 2 3 4 5 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12995. ഉണ്ടോ? ചെയ്തു പോലും നോക്കണ്ട, മനസ്സിൽ തന്നെ കൂട്ടി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പമാർഗ്ഗങ്ങളുണ്ട്, എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട്. നമ്മളത് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. പറഞ്ഞാൽ മനസ്സിലായത്? 999 1 കൂട്ടിയാൽ 1000 ആകും. 499 1 കൂട്ടിയാൽ 500 ആകും. 999 1 കൂട്ടിയാൽ 1000 ആകും. 9999 1 കൂട്ടിയാൽ 10000 ആകും. 499 1 കൂട്ടിയാൽ 500 ആകും. ഈ നമ്പറെല്ലാം നമ്മൾ പെട്ടെന്ന് കൂട്ടാലോ. ഇതായത് 1000 500 എല്ലാം നമുക്ക് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ പറ്റുന്നല്ലേ. മൊത്തം നമുക്ക് 12000 13000 കിട്ടും. അതിൽ നമ്മൾ എത്ര 1 കൂട്ടി? 1 2 3 4 5 കൂട്ടി അല്ലേ? 13000ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 12995 കേട്ടോ. ആൻസർ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അടുത്ത തന്നിരിക്കുന്നതിൽ അനകസംഖ്യ ഏത്? അനകസംഖ്യ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ എന്തെടുക്കുമ്പോൾ ആരെടുക്കണം? നമ്മുടെ ഇപ്പോൾ നമ്മൾ 6 എടുക്കുവാണെങ്കിൽ അല്ലേ, അതിൻ്റെ ഫാക്ടേഴ്സ് തരണം. ആരൊക്കെയാണ്? 1 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ വേറെ നമ്പർ ഉണ്ടോ? 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതിൽ ഈ 6 ഒഴിച്ച് അല്ലേ, 6 ഒഴിച്ച് ബാക്കിയുള്ള നമ്പർ കൂട്ടുവാണെങ്കിൽ, ബാക്കിയുള്ള നമ്പർ കൂട്ടുകയും 1 2 3 3 3 6. അപ്പോൾ എത്ര കിട്ടി? 6 തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പർ എന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ അല്ലേ? അതായത് നമ്മുടെ പെർഫെക്റ്റ് നമ്പർ എന്താണ്? ഘടകങ്ങളിൽ ആ തന്ന നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള ഘടകങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അതേ നമ്പർ കിട്ടുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരായിരുന്നു പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് ആ പഴയ 10444 പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാണ്? 6 കഴിഞ്ഞുള്ള അടുത്ത പെർഫെക്റ്റ് നമ്പർ ആരാണ്? 6 കഴിഞ്ഞുള്ള പെർഫെക്റ്റ് നമ്പർ ആരാ? 28 കേട്ടോ. അതിനുശേഷമുള്ള പെർഫെക്റ്റ് നമ്പർ 496. അതിനുശേഷമുള്ളത് 8128 കേട്ടോ. ഈ 28നെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒബ്വിയസ്ലി 10000-നുള്ള ഇത്രയും നമ്പർ നിങ്ങൾ ചോദിക്കത്തുള്ളൂ. ഓർത്തിരിക്കണം, പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഘടകങ്ങൾ എടുക്കുമ്പോൾ ആരെടുക്കണം? ആ നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള നമ്പർ തമ്മിൽ കൂട്ടിയാൽ അതേ നമ്പർ കിട്ടുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് നമ്പർ. 10000 പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ. ആദ്യത്തെ നമ്പർ 6, രണ്ടാമത്തെ നമ്പർ 28, മൂന്നാമത്തെ നമ്പർ 496, രണ്ടാമത്തെ നമ്പർ 8128 കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് അല്ലേ? മദർ തെരേസ ഡിസൈഡഡ് ഹെർ എൻറ്റയർ ലൈഫ് ടു ദി സർവീസ് ഓഫ് ദി പ്യുവർ അല്ലേ? മദർ തെരേസ തൻ്റെ ജീവിതം മൊത്തം ആർക്ക് വേണ്ടി ചെലവഴിച്ചു? പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചു, അല്ലെങ്കിൽ അത് സർവീസായിട്ട് എന്താണ് മദർ തെരേസ ചെലവഴിച്ചു. അപ്പം ടു ദി സർവീസ് ഓഫ് ദി പ്യുവർ. ഇനി ദി ചൈൽഡ് പ്രിഫേഴ്സ് ഐസ്ക്രീം ഡാഷ് പായസം അല്ലേ? അപ്പോൾ നോക്കി, ഇത് പഠിച്ചതല്ലേ? ഐ പ്രിഫർ ഡാഷ് ടു ടീ, അല്ലെങ്കിൽ ഐ പ്രിഫർ എന്താണ് ചപ്പൽ എന്താണ് ഡാഷ് ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ആൻസർ വരണം. ഏതാണ് ആൻസർ വേണ്ടത്? ദാൻ ചേർക്കാൻ നമുക്ക് തോന്നും, പക്ഷെ ദാൻ ചേർക്കരുത്, തെറ്റിപ്പോകും. എന്ത് ചേർക്കാവുള്ളൂ? ടൂവേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്, ഓർത്തിരിക്കണം. ദി ചൈൽഡ് പ്രിഫർ ഐസ്ക്രീം ടു പായസം കേട്ടോ. അത് അവിടെ 2 ആണ് വേണ്ടത്. ഇപ്പോൾ ഇങ്ങനെയാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഐ പ്രിഫർ ടീ ടു കോഫി, അല്ലെങ്കിൽ ഞാൻ ഇതിന് പകരം അതാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ദാനാണ് സാധാരണ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത്, പക്ഷേ തെറ്റാണ്. ഗ്രാമാറ്റിക്കലി അവിടെ 2 ആണ് ചേർക്കുന്നത് കേട്ടോ. ഐ പ്രിഫേഴ്സ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വേണം? ERS അവസാനം വരുന്നതിനകത്ത് എപ്പോഴും വേണ്ടത് 2 ആണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദി വേർഡ് പെയർ റൈറ്റ് ബെയർ ഐ എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് സിനോണിംസ്, ഹോമോണിംസ്, ഹോമോഫോൺസ്, ആൻറ്റോണിംസ്. ഏതാണ്? ഇവിടെ നോക്കി നമ്മൾ വായിച്ചപ്പോൾ എല്ലാം ഒരുപോലെ തോന്നി അല്ലേ? അപ്പോൾ പറഞ്ഞായിരുന്നു ഫോം വിളിക്കുമ്പോൾ ഇപ്പോൾ 80 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 50 ആണോ 80 ആണോ ഡൗട്ട് വരും. അപ്പോൾ എന്താണ് അവിടെ ഒരു
ഫോണോണിംസ് മാറി, അല്ലെങ്കിൽ നമ്മൾ ഫോം വിളിക്കുമ്പോൾ എത്രയാണെന്നൊരു ഡൗട്ട് വരും. അങ്ങനെയാണെങ്കിൽ അത് ഹോമോഫോൺ ആയിരിക്കും കേട്ടോ, മറന്നുപോലെ. അതിൻ്റെ ആൻസർ ഹോമോഫോൺ ആണ്. അതായത് നമ്മൾ സംസാര ഭാഷയിൽ പറയുമ്പോൾ അവിടെ നമുക്ക് ഒരേപോലെ പ്രൊണൗൺസിയേഷൻ തോന്നുക, അതാണെങ്കിൽ അത് ഹോമോഫോൺ ആയിരിക്കും കേട്ടോ, മറന്നു പോകരുത്. ഇനി സിനോണിം എന്താണെന്നറിയാലോ? സിനോണിം എന്നാ സാധനം? നമ്മുടെ പര്യായപദവും വിപരീതപദത്തിനകത്ത് ആരാണ് സിനോണിം? സിനോണിം എന്ന് വെച്ചാൽ ആരാണ്? പര്യായപദമാണ് വിപരീത പദമാണ്. സിനോണിം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചതല്ലേ സിനോണിം. സിനോണിം എന്ന് വെച്ചാൽ ആരാ? സിനോണിം എന്ന് പറഞ്ഞാൽ ഉണ്ടോ? SYNO സിനോണിം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ സിമിലർ എന്ന് ഓർത്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ പര്യായപദങ്ങൾ. ഇനി ആൻറ്റോ എന്ന് പറഞ്ഞാലോ? ആൻറ്റോ എന്ന് പറഞ്ഞാലോ വിപരീതം കേട്ടോ. ഇപ്പം ചൂട്, തണുപ്പ് എന്ന് നമ്മൾ പറയുന്നത് വിപരീതമാണ്. ഇനിയും ഹോമോനിംസ് എന്ന് പറഞ്ഞാൽ ഹോമോനിംസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹോമോനിംസ് എന്താന്ന്? ഹോമോനിംസും ഹോമോഫോൺസും ഹോമോഗ്രാഫ്സും ഒക്കെ പഠിപ്പിച്ചതാണ് അല്ലേ? അതിൽ ഹോമോനിംസ് എന്തായിരുന്നു? ഹോമോനിംസ് ഒരെണ്ണം പോയി, നമ്മുടെ പ്രൊണൗൺസിയേഷൻ വന്നത് പോയി. അടുത്ത എന്താണ്? ഹോമോനിംസ്. എന്നായിരുന്നു ഹോമോനിംസ്? ഇപ്പം നമ്മൾ ബാങ്ക് എന്ന് പറയത്തില്ലേ, എന്താ BANK, 2 ടൈപ്പുള്ള ബാങ്കില്ലേ? ഒന്ന് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് എ റിവർ അല്ലേ, നമ്മുടെ ഒരു ആറിൻ്റെ തീരമെന്നും പറയും. അപ്പം അങ്ങനെയൊക്കെ ഒരേ സെൻറ്റൻസ് നമ്മൾ ഒരേ സ്പെല്ലിങ് പ്രൊണൗൺസിയേഷനോ അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും മാറാതെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ ഹോമോനിംസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എവിടെയാണ് ഇത് കിടക്കുന്നത്? ഇവിടെ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതിയിട്ടുണ്ടോ? നമ്മുടെ പേജ് നമ്പർ 40 കിടപ്പുണ്ട്, സെമസ്റ്റർ 1 കേട്ടോ, S1 ചാപ്റ്റർ 3 പേജ് നമ്പർ 40 വളരെ മുഴുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വട്ടം പറഞ്ഞാണ്, റിവൈസ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നൊക്കെ ചോദിക്കും. അടുത്തത് വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു, വൈറ്റമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഇ സഹായിക്കുന്നു, വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? നമുക്കറിയാം, നമ്മൾ അടക്കെന്നൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? അടക്ക് ഓർമ്മയില്ല? അടക്ക് എന്തായിരുന്നു? അടക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. നമ്മുടെ കൊഴുപ്പ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ഈ പറഞ്ഞ അടക്ക. ഒരിക്കലും അത് വെള്ളത്തിൽ ലയിക്കത്തില്ല കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്നുണ്ടോ? കൊഴുപ്പിൽ സി ലയിക്കുന്നതാണ്. പക്ഷേ കൊഴുപ്പിൽ ആരൊക്കെ ലയിക്കത്തുള്ളൂ? എയും ഡിയും ഇയും കെ ലയിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കത്തില്ല. ഈ പ്രസ്താവന തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് വൈറ്റമിൻ എ വെള്ളത്തിൽ ലയിക്കുന്നു. ഉണ്ടോ? വൈറ്റമിൻ എ വരേണ്ട എവിടെയാണ്? നമ്മുടെ കൊഴുപ്പിലാണ് ലയിക്കേണ്ടത് അല്ലേ? അതായത് ഫാറ്റ് കൂടിയാലാണ് നമ്മൾ അടക്കം ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓർത്തിരിക്കണം, വൈറ്റമിൻ എ ലയിക്കുന്നത് എപ്പോഴും നമ്മുടെ കൊഴുപ്പിലാണ്. അപ്പോൾ അതും തെറ്റാണ്. ഇനി എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഇ സഹായിക്കുന്നു. വൈറ്റമിൻ ഇ അവിടെ സഹായിക്കുന്നില്ല, പകരം നമ്മുടെ കാൽസ്യം നമ്മൾ പറയത്തില്ലേ, ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ കക്കയിറച്ചിയൊക്കെ കഴിക്കാൻ പറയത്തില്ലേ, അതുപോലെ ഉള്ള ഇതാണ് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. അതല്ല. പിന്നെ വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നു. ശരിയാണ്, പച്ചക്കറിയിലുള്ള എന്താണ്? വൈറ്റമിൻ സി ആണ്. സോ നമ്മളത് ഒരുപാട് വേവിച്ചാൽ അതിലുള്ള എന്താണ് നമ്മുടെ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടുകൊണ്ട് അതില്ലാതെ ആയിരിക്കും നമ്മൾ കഴിക്കുക കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, പച്ചക്കറിയൊന്നും ഒരുപാട് വേവിക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ പച്ചക്കറി തിന്നണമെന്നല്ല, ഒരു മീഡിയം വേവ്, ഒരു മുക്കാൽ വേവിലെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരുപാട് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ അതിലുള്ള വൈറ്റമിൻ സി നഷ്ടപ്പെട്ട അതിലുള്ള ഗുണം പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത് കേട്ടോ. ഇതൊക്കെ കുഴപ്പിക്കാൻ ചോദിക്കുന്നതാണ്. ഞാനും വായിച്ചപ്പോൾ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ആയിരുന്നു അടക്ക് എന്ന് പറഞ്ഞത് വന്നത്. അത് എന്താണ്? നമ്മുടെ കൊഴുപ്പ് കൂടിയാലാണ് നമ്മൾ അടക്കം ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലേ? മരിച്ചു പോകുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ അത് വരേണ്ടത് വെള്ളത്തിലും ജലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പിലും ഒക്കെ ലയിക്കുന്ന ആൾക്കാരെ മറന്നുപോലെ പഠിക്കണം. അടുത്തത് പ്രകാശ സംശ്ലേഷണ ബന്ധവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. എളുപ്പമാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. ശരിയല്ലേ പറഞ്ഞത് അല്ലേ? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്നത്, ഓക്സിജൻ പുറന്തള്ളുന്നു. ഇനി രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ശരിയാണോ? രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുമോ രാത്രിയിൽ? ഇല്ല. നമ്മൾ പഠിച്ചതല്ലേ, രാത്രി നമ്മൾ ബെഡ്റൂമിലൊന്നും കൊണ്ട് എന്ത് വെക്കരുത്? ഈ പറഞ്ഞ ചെടികളൊന്നും വെക്കരുത്. പ്രകാശ സംശ്ലേഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി നമുക്ക് ശ്വാസം കിട്ടാതെ വരും. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഹരിതകം കൂടുതലുള്ളത് ഇലയിലാണ്. ശരിയല്ലേ? ഹരിതകം ക്ലോറോഫിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇലകളിലാണ്. നമ്മൾ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കണ്ട് കാണിച്ചല്ലേ, അതും കറക്റ്റാണ്. ഇനി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു. ശരിയല്ലേ പറഞ്ഞത്? നമ്മുടെ സ്റ്റാർച്ചിനെ നമ്മൾ എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നോക്കിയേ, 1, 3, 4 ശരി. ഓപ്ഷനിൽ പോവുക, കറപ്പിക്കുക ആണ് ഓപ്ഷൻ 1, 3, 4 ഓപ്ഷൻ ബി കേട്ടോ, കറക്റ്റാണ്. ഓടാം അടുത്ത ക്വസ്റ്റിനിലേക്ക്. 500 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 50 ഗ്രാം ഐസ് കട്ട 50 മിനിറ്റ് കൊണ്ട് ഉരുകി വെള്ളമായി തീരുമെന്ന് നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നു എന്നത് ഏത് പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്?
അത് ഞാൻ നേരത്തെ ഒരു പരീക്ഷണം ചെയ്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി എന്താണ് നമ്മുടെ ഇത് ഇത്ര മിനിറ്റ് കൊണ്ട് തീരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ 50 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് നമ്മൾ നേരത്തെ പ്രസ്താവിച്ചു. അല്ലെങ്കിൽ അങ്ങനെ പറയുവാണെങ്കിൽ അത് ഏത് പ്രക്രിയാശേഷിക്ക് ഉദാഹരണമാണ്? നിഗമനം രൂപീകരിക്കലാണോ, അതോ പരികല്പന രൂപീകരിക്കുകയാണോ, അതോ പരീക്ഷണങ്ങളിൽ ഏർപ്പെടലാണോ, അതോ പ്രവചിക്കലാണോ? ഏതാണ് ഉത്തരം വരേണ്ടത്? ഏതാ ഉത്തരം വരേണ്ടത്? ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം വീട്ടിൽ നിങ്ങളുടെ മക്കളാരേലും അടുക്കള കയറി നിങ്ങളുടെ മക്കളായാലും അടുക്കള കയറിയെന്ന് വിചാരിക്കുക. അടുക്കള കയറി അവർ ചായ ഇടാനായിട്ട് തീരുമാനിച്ചു. അവർ 2 ഗ്ലാസ്സിനുള്ള ചായ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, അമ്മ എത്ര ഗ്ലാസ് അല്ലെങ്കിൽ എത്ര സ്പൂണ് പഞ്ചസാര ഇടണമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്? ഒരു 1.5 സ്പൂൺ ഇടാമെങ്കിൽ 1 സ്പൂൺ ഇടാൻ പറയും അല്ലേ? അവിടെ നിങ്ങൾ എന്നാ ചെയ്തത്? പ്രവചിക്കുക. കാരണം നിങ്ങളത് ഡെയിലി ചെയ്തു വരുന്നൊരു കാര്യം അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും മതിയായിരിക്കും, ഏകദേശം അത്രയും മതിയായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നുണ്ടെങ്കിൽ 50 ഗ്രാം വെള്ളത്തിലിട്ട് 500 ഗ്രാം വെള്ളത്തിലിട്ട ഒരു 50 ഗ്രാം ഐസ് കട്ട ഉരുകാനായിട്ട് 50 മിനിറ്റ് സമയം ഏകദേശം എടുക്കും എന്ന് നേരത്തെ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അടുത്ത ഒരു ഇത് വരുമ്പോൾ എനിക്ക് ഏകദേശ സമയം അല്ലേ, ഒരു എക്സ്പെക്റ്റ് ടൈം എനിക്ക് പ്രവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ സംഭവിച്ച പ്രക്രിയാശേഷി ഏതാണ്? പ്രസ്താവിക്കുന്നു എന്നാണ് പറഞ്ഞുണ്ടോ? ഈ ഒരു വാക്കിൽ തന്നെയുണ്ട്. പ്രസ്താവിക്കാൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വേണ്ടത്. പരീക്ഷണത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞതിലേക്ക് പോയവർ കാണും അല്ലേ? അതിലേക്ക് പോകരുത്. കാരണം ഓൾറെഡി പരീക്ഷണം ഇവിടെ നടന്നു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷണം ചെയ്യാൻ നേരം നമുക്കൊരു എന്ത് കിട്ടും? ഒരു എക്സ്പെക്റ്റഡ് ടൈം കിട്ടും, ഒരു എസ്റ്റിമേറ്റഡ് ടൈം കിട്ടും. എസ്റ്റിമേറ്റഡ് ടൈം കിട്ടിയാൽ അവിടെ എന്താണ് നമ്മൾ പ്രവചിക്കുകയാണ്. നമ്മൾ പറഞ്ഞു രാവിലെ ചായ ഉണ്ടാക്കാൻ അതിനകത്ത് പഞ്ചസാര നമ്മൾ ഇടുന്നത് നമ്മൾ പ്രവചിച്ചായിരുന്നു അല്ലേ? ഇത്രയും മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ചോറിൻ്റെ അകത്ത് ഉപ്പിടുക, കറിക്കകത്തൊക്കെ ഉപ്പിടുന്നത് അങ്ങനെയാണ്. നമ്മളൊരു ഏകദേശ കണക്കിലായിരുന്നു അല്ലേ? അല്ലാതെ 2 സ്പൂണും 3 സ്പൂണൊക്കെ തട്ടിലങ്ങ് ഇടുവാണോ? അല്ല, നമ്മളൊരു ഏകദേശ കണക്ക് നമുക്കുണ്ട്, അത് വെച്ചാണ് നമ്മളത് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വായുവിലൂടെ പകരുന്ന രോഗം ഏത്? ക്ഷയമാണോ, കോളറയാണോ, മന്താണോ, എലിപ്പനിയാണോ? ഏതാണ് വായുവിലൂടെ പകരുന്നത്? ഏതാ വായുവിലൂടെ പകരുന്ന രോഗം? ക്ഷയമാണോ, കോളറയാണോ, മന്താണോ, എലിപ്പനിയാണോ? വായുവിലൂടെ പകരുന്നത് ക്ഷയം കേട്ടോ. കറക്റ്റാണ് കേട്ടോ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദിച്ചാണ് വായുവിലൂടെ പകരുന്നതും കൊതുക് മുഖേന പകരുന്നതും വെള്ളത്തിലൂടെ പകരുന്നതും ഒക്കെ കോഡടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. മറന്നുപോലെ പഠിക്കണം. അടുത്ത, പ്രോട്ടീൻ്റെ അഭാവം മൂലമാണോ രോഗം? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചതാണ്. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രോട്ടീൻ്റെ അഭാവം മൂലം ക്ലാഷിയോക്കർ കേട്ടോ. ക്ലാഷിയോക്കറാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത, 1-ാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്ന ഏത്? പഠിപ്പിച്ചതല്ലേ, കോഡുകളൊക്കെ പഠിപ്പിച്ചതല്ലേ? എന്താ നമ്മുടെ കത്രികയ്ക്ക് ത്രാണിയില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. പിന്നെ പാക്ക് വെട്ടി അല്ലേ, ഇതൊക്കെ വരുന്നതിനകത്ത് നമ്മൾ ഓരോരോ കോഡുകൾ പഠിപ്പിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഏതാണ് നമ്മുടെ 1-ാം വർഗ്ഗ ഉത്തോലകത്തിനകത്ത് വരുന്നത്? കത്രിക കേട്ടോ. കത്രികയാണ് 1-ാം വർഗ്ഗ ഉത്തോലകത്തിനകത്ത് വരേണ്ട ആൾ. ഇനിയും സസ്യങ്ങളിൽ ചുവപ്പ് നിറമുള്ള ഇലകളിലെ വർണ്ണകം ഏതാണ്? നമ്മൾ പഠിച്ച മസാലയൊക്കെ ആച്ചു അല്ലേ? മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ, അതുപോലെ തന്നെ ഒക്കെയ അല്ലേ? ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, അതുപോലെ തന്നെ ചുവപ്പാണെങ്കിൽ അന്തോസയാനിൻ. അപ്പോൾ അന്തോസയാനിൻ ഉത്തരം പറയണം കേട്ടോ. എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളാണ്, ഒന്നും അങ്ങോട്ട് കൊണ്ട് പോയിട്ടില്ല. അടുത്തത്, താഴെ കൊടുക്കുകയിൽ 9ൻ്റെ ഗുണിതമല്ലാത്ത ഏത്? എന്നാ എടുക്കണം? 3ൻ്റെ 9ൻ്റെയും ഗുണിതങ്ങൾ കണ്ടുപിടിക്കാൻ എന്നാ എടുക്കണം? പറഞ്ഞേ, എന്നാ ചെയ്യേണ്ടത്? എന്താണ് 9ൻ്റെ ഗുണിതമല്ലാത്തത് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്. ക്ഷയമാണെങ്കിൽ ഇതിനകത്ത് കൊണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ക്ഷയമാണ് ഉത്തരം വരേണ്ടത്. കോളറ പരത്തുന്നത് വെള്ളം അല്ലെങ്കിൽ ഈച്ച മുഖേനയാണ്. മന്ത് പരത്തുന്നത് കൊതുകാണ്. എലിപ്പനി വെള്ളം മുഖേലും അല്ലെങ്കിൽ ആഹാരം മുഖേനയൊക്കെ വരാം കേട്ടോ. അടുത്തത്, കാഷ്യോക്കർ ആണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത്. അനീമിയ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാവും. സ്കെർവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാവും. കണ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാവും കേട്ടോ. അടുത്ത നമ്മുടെ കത്രികയാണ്. നമ്മുടെ ഇതിലുള്ളതാണ്. നമ്മുടെ 5-ാം ക്ലാസ്സിലെ എന്താണ് 6ാമത്തെ പാഠഭാഗത്തിലുള്ളതാണ്. നമ്മളവിടെ കോഡൊക്കെ പറഞ്ഞാണ് അല്ലേ? നമ്മുടെ 1-ാംകാരനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതിൻ്റെ അകത്ത് കത്രിക വരുന്നത് 1-ാം വർഗ്ഗത്തിലാണ്. പിന്നെ പാക്കുവെട്ടി നാരങ്ങഞ്ഞിക്കൊക്കെ 2-ാം വർഗ്ഗമാണ്. ചൂണ്ട അല്ലേ, 3 കുട്ടികൾ ഐസ് ചവച്ചു എന്നതിൻ്റെ അകത്ത് വരുന്നത് 3-ാം വർഗ്ഗ ഉത്തോലകത്തിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമ്മൾ ചോദിച്ചത് ആന്തോസയനും മസാലയൊക്കെ അച്ച എന്ന് പറഞ്ഞാൽ മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, ആന്തോസയൻ ആണെങ്കിൽ ചുവപ്പ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, ഓർത്തിരിക്കണം കേട്ടോ. ഇതൊക്കെ ചോദിക്കാന്നല്ലോ, ചോദിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത് നമ്മുടെ 9ൻ്റെ അല്ലേ, 9ൻ്റെ ഗുണിതമല്ല ആണോ അല്ലേ എന്ന് എങ്ങനെ നോക്കും? സംഖ്യകൾ തമ്മിൽ കൂട്ടുക. കൂടിന് ശേഷം 9ൻ്റെ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലാത്തവനെ ഒഴിവാക്കുക. നോക്കി ഇവിടെ നോക്കി, 5 4 9, 9ഉം 2ഉം 11, 11ഉം 3ഉം 14, 14 6ഉം 20 പേരും 27. 27 9 ടേബിൾ ഉണ്ടോ? 3 77 അല്ലേ? അപ്പോൾ ഇവനുണ്ട്, അവൻ ഓക്കെയാണ്. അടുത്ത് നോക്കി,
5 2 7, 7 7 14, 14 1 15, 15 തൊട്ട് എത്രയാണ് 23, 23 9 ടേബിളുണ്ടോ? ഉണ്ടോ? 23 ഓരമ്പത് 9 ഈരമ്പത് 18 39 27 വരേണ്ടത്, 23 ഇല്ല. സോ ഓപ്ഷൻ ബി ആണ് ഇല്ലാത്തത്. ബാക്കി നോക്കിയാൽ കിട്ടും കേട്ടോ. ഇവിടെ നോക്കി 9 ഉണ്ട്, 9 9 18, 18ഉം 3ഉം 21, 21 1 22, 22 8 30 6 36 അല്ലേ? 4 9 36 സി ഉള്ളതാണ്. അടുത്ത് നോക്കി 8 2 10, 10 5 15 1 16, 16 4 27 27 അല്ലേ? 3 ഓരോ 18 മുമ്പ് 27 27 ഉള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ 3ൻ്റെ 9 ആണെങ്കിൽ തുക നോക്കുക, എണ്ണിയെടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. വേറൊന്നും ചെയ്യാനായിട്ടില്ല. ഓക്കെ, അടുത്തത് കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, തിരുവനന്തപുരംമാരെല്ലാം കിഴങ്ങന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാനത്തുള്ള എല്ലാവരും കിഴങ്ങന്മാരാണ് എന്ന് നമ്മൾ ക്ലാസ് ചുമ്മാ പറഞ്ഞല്ലേ. ഓർത്തിരിക്കണം, തിരുവനന്തപുരത്താണ് അല്ലേ, അത്രയും ഓർത്താൽ മതി കേട്ടോ. തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ തലസ്ഥാനത്തുള്ള എല്ലാവരും ആരാണ്? കിഴങ്ങന്മാരാണെന്ന് ഓർത്തിരുന്നാൽ മതി, സംഭവം കിട്ടും കേട്ടോ. തിരുവനന്തപുരം സ്വീകാര്യത്താണ് നമ്മുടെ എന്തുള്ളത് CTCRI, അതായത് കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രമുള്ളത് കേട്ടോ. അടുത്ത ലോക മണ്ണ് ദിനമായി ആചരിക്കുന്ന ഏത് ദിവസമാണ്? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ഡിസംബർ 5 കേട്ടോ. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. സലീം അലിയുടെ എന്താണ് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഒക്ടോബർ ലോക പരിസര ദിനമാണ് കേട്ടോ. അടുത്തത് നമ്മൾ ക്ലാസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യനാണ്. ഡാഷ് ബീങ് എ മില്യനർ ഹി ലീവ്സ് ഇൻ വെരി സ്മോൾ ഹൗസ് അല്ലേ? അവനൊരു മില്യനർ ആണെങ്കിൽ പോലും അവൻ എവിടെയാണ് ജീവിക്കുന്നത്? ഒരു ചെറിയ കുടിലാണ് ജീവിക്കുന്നത്. അപ്പം ഇൻസ്പൈറ്റ് ഓഫ് ബീങ് എ മില്യനർ ഹി ലീവ്സ് ഇൻ എ വെരി സ്മോൾ ഹൗസ്. ഇനി എനി പീസ് ഓഫ് എക്സ്റ്റൻഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ ദാറ്റ് ഹാസ് ബീൻ യൂണിറ്റി ആൻഡ് മീനിങ് ആൻഡ് പർപ്പസ് ക്യാൻ ബി കോൾഡ് ആസ് ലാംഗ്വേജ് ഡിസ്കോഴ്സസ് കേട്ടോ. പല രീതിയിലുള്ള എന്താണ് ഡിസ്കോഴ്സസ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. റിട്ടൺ ആകാം, അത് സ്പോക്കൺ ആകാം, നമ്മൾ മീനിങ് കൺവേ മീനിങ് ഇല്ലേ, അതാണെങ്കിൽ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് ആണ് ഉത്തരം വരേണ്ടത്. ഇനിയും ദി റേഞ്ച് അപ് ടു വെയർ ദി ലേണർ ഈസ് ഏബിൾ ടു പെർഫോം ബട്ട് ഓൺലി വിത്ത് ദി സപ്പോർട്ട് ഫ്രം എ മോർ നോളജബിൾ പേഴ്സൺ ഈസ് നോൺ ആസ്. അതും പഠിച്ചാണ് വിഗോസ്കിയുടെ ആരാണ് ZPD, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ പറഞ്ഞതുള്ളതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, fill in the blanks with the suitable article. I hope to reach home in dash hour. എന്താണ് നമ്മുടെ എച്ച് കണ്ടാൽ നമ്മൾ ഒബ്വിയസ്ലി എയിലേക്ക് പോകും, പക്ഷെ പോകരുത്. ഇവിടെ ഒരു പ്രൊണൗൺസിയേഷൻ വയലേഷൻ നടക്കുന്നുണ്ട്. അവർ എന്ന് വെച്ചാൽ അവിടെ വരേണ്ടത് ആനാണ് കേട്ടോ. പ്രൊണൗൺസിയേഷൻ വയലേഷൻ, എന്നാൽ അവിടെ നമ്മുടെ ആനാണ് ചേർക്കേണ്ടത്. എച്ച് കണ്ടുകൊണ്ട് എയിലേക്ക് പോകരുത്, ആനാണ് ചേർക്കേണ്ടത് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തത് എന്താണ്? കഴിഞ്ഞോ? അയ്യോ, തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഞാനത് ഒരുപാട് കാണുമെന്ന്. യെസ്, അപ്പോൾ ആനാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര ശരിയാക്കി? മൊത്തം 35 ക്വസ്റ്റ്യനുകളുണ്ടായിരുന്നു. 35-നകത്ത് അല്ലേ, 35 ക്വസ്റ്റ്യനല്ലേ മൊത്തം ഉള്ളത്? 31 32 35. യെസ്, 35-നകത്ത് 25-ന് മുകളിൽ കിട്ടി. എത്ര പേരുണ്ട്? 25-ന് മുകളിൽ. 25-ന് മുകളിൽ വെരി ഗുഡ്. കുറേ പേർ കിട്ടിയല്ലോ. വെരി ഗുഡ് കേട്ടോ. 25-ന് മുകളിൽ തന്നെ കിട്ടി. ഓക്കെ, 15-ന് മുകളിൽ കിട്ടിയല്ലോ.